ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പട്ടൂര ട്രൈ ചെയ്തതാട്ടോ. പട്ടൂര നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നിങ്ങളോടൊന്ന് പറയാം, നിങ്ങൾ അതുപോലെ ചെയ്യരുതെന്ന് വിചാരിച്ചാണ്. അപ്പം നമ്മൾ 2 കപ്പ് മൈദയും ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ റവയും, അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്, മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1/4 കപ്പ് പുളിയില്ലാത്ത തൈരും ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് ഒന്നുകൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം, ചൂടുവെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് കുഴച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നല്ല രീതിയിൽ കുഴച്ച് എടുക്കണം. സമയം എടുത്ത് തന്നെ കുഴക്കണം. ഒരുമിച്ച് വെള്ളം ഒഴിച്ച് വെള്ളം കൂടി പോകരുത്. നമുക്കിത് ചപ്പാത്തി മാവിനേക്കാളും ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ എന്ന് പറയാനുള്ള പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കുഴച്ചെടുത്ത് അതിന് മുകളിൽ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മുടെ അബദ്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഓക്കെ ആയിരുന്നു, നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇതെടുത്തു, നല്ല രീതിയിൽ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. തൈരൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടി. ഇതുപോലെ കുറച്ച് ബോളുകളൊക്കെ ആക്കി നമ്മൾ ഒരു കൗണ്ടർ ടോപ്പിൽ സൺഫ്ലവർ ഓയിലൊക്കെ പരത്തി നമ്മൾ ഈ ബോളുകൾ വെച്ച് അതുപോലെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ പരത്തി പിന്നെ ഒരു പാത്രത്തിൻ്റെ മൂടിയൊക്കെ എടുത്ത് ഞാൻ നല്ല കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കട്ടൊക്കെ ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ടൊക്കെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയാൽ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വരെ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അടുപ്പത്ത് ഞാനൊരു ചീനച്ചട്ടിയൊക്കെ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ വെച്ച് നല്ല ചൂടായ സമയത്ത് ആയിട്ട് കൊടുത്തു. ഇതും ഓക്കെ. ഇവിടെ നമ്മുടെ വെച്ചിൽ നല്ല പോലെ വന്നു, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബട്ടൂര പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളാണ്. ഞാൻ ആ നല്ല ചൂടിൽ വന്നപ്പോൾ ചൂട് കൊണ്ട് കരിയുണ്ടാന്ന് വിചാരിച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരു 5-6 എണ്ണമൊക്കെ നല്ല ഫ്ലെയിമിൽ വെച്ചതെല്ലാം ഇതുപോലെ വന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ ഒരു പരത്തി വെച്ച ഈ ഒരു സംഭവം വെളിച്ചെണ്ണയിലേക്ക് ഇടരുത്. നല്ല ഫ്ലെയിമിൽ ചൂടിൽ നിൽക്കുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ ഒറ്റ പോള വരുള്ളൂ കേട്ടോ. അപ്പോൾ കുറേയൊക്കെ പോള വന്നതും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് താന്നു പോയിട്ടുണ്ടായിരുന്നു. അതും സെർവ് ചെയ്യുന്ന സമയം നമുക്ക് താന്നു പോകുന്നത്. അതിൻ്റെ കാരണം എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ബട്ടൂര സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ചൂടായിരിക്കുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.